നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തലമാറട്ടെ തലമുറയും. നേതൃമാറ്റത്തിൽ തലമുറ മാറ്റത്തിനുള്ള കലാപത്തിന്റെ നിഴലിൽ കോൺഗ്രസ്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പാർട്ടിയിലെ ത്രിമൂർത്തികളെന്ന് വിമർശനമുയർന്ന KPCC നിർവാഹക സമിതി ക്യാമ്പ് ഇന്നും ശബ്ദായമാനം. രണ്ടാം നിര നേതാക്കളിൽ നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തിൽ നിരായുധരായി ഉമ്മൻചാണ്ടിയും രമേശും സുധീരനും. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ ആരംഭിച്ച ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ ആദ്യ വെടിപൊട്ടിച്ചത് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധി VD സതീശൻ. പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും തലപ്പത്തെ 3 നേതാക്കൾക്ക് മാത്രം. നിലവിലെ നേതൃത്വത്തിന് പാർട്ടിയെ കരകയറ്റാനാവില്ലെന്നും സതീശൻ. ഗ്രൂപ്പ് ഭേദമില്ലാതെയുള്ള വിമർശന വർഷത്തിനിടെ സുധീരന്റെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് A ഗ്രൂപ്പ് നേതാവ് MM ഹസൻ. സർക്കാർ തീരുമാനങ്ങൾ വിവാദമാക്കി മുന്നണിയുടെ തന്നെ പ്രതിച്ഛായ കെടുത്തിയത് KPCC അധ്യക്ഷൻ. സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്തണമെന്നും ആവശ്യം. സൗഹൃദത്തിൽ ചിറക് വീശി. പഞ്ചരാഷ്ട്ര പര്യടന പരമ്പരയിൽ ഖത്തറിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദോഹയിലെ നിക്ഷേപക സംഗമത്തിൽ. ഖത്തറിൽ ആദ്യ സന്ദർശനത്തിനെത്തിയ മോദിക്ക് ഊഷ്മള സ്വീകരണം. ഖത്തർ പ്രധാനമന്ത്രി ഒരുക്കിയ അത്താഴ വിരുന്നിലും മോദി ഇന്നലെ പങ്കെടുത്തു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പഞ്ചരാഷ്ട്ര പര്യടനത്തിന് തുടക്കമിട്ട നരേന്ദ്രമോദി അവിടെ 1700 കോടി രൂപ മുതൽ മുടക്കിൽ ഇന്ത്യ നിർമ്മിച്ച സൽമ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ അമീർ അമാനുള്ള ഖാൻ അവാർഡ് സമ്മാനിച്ച് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുടെ ആദരം. അമേരിക്ക, മെക്സിക്കോ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയുടെ മുഖ്യ അജണ്ട ആണവ വിതരണ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ അംഗത്വത്തിനായുള്ള ഇന്ത്യൻ അവകാശവാദത്തിന് പിന്തുണ ഉറപ്പാക്കൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രത്തലവന്മാരുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തുന്ന മോദി US കോൺഗ്രസിലും പ്രസംഗിക്കും. രേഖയിൽ തെളിയാത്തത്. ജിഷ കൊലക്കേസിൽ പുതിയ രേഖാചിത്രം പുറത്തുവിട്ടിട്ടും പ്രതിയെക്കുറിച്ച് നേരിയ സൂചന പോലുമില്ലാതെ അന്വേഷണ സംഘം. പെരുമ്പാവൂരിൽ പുതിയ ഓഫീസ് തുറന്ന സംഘം ജിഷയുടെ അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒരിക്കൽ കൂടി മൊഴിയെടുക്കുന്ന തിരക്കിൽ. പുതിയ രേഖാചിത്രവുമായി സാമ്യം സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത രാജസ്ഥാൻ സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ വിഫലം. ജിഷ കൊല്ലപ്പെട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇയാൾ പെരുമ്പാവൂരിലെത്തിയതെന്ന് വിവരം. പുതിയ തെളിവുകൾ തേടി ജിഷയുടെ വീടും പരിസരവും അരിച്ചുപറക്കിയതും വെറുതെ. അതേസമയം അന്വേഷണം ശാസ്ത്രീയമായ രീതിയിൽ പുരോഗമിക്കുകയാണെന്നും കേസന്വേഷണം ജാലവിദ്യയല്ലെന്നും DGP ലോക്നാഥ് ബെഹ്റ. ഇന്നലെ ജിഷയുടെ വീട് സന്ദർശിച്ച ബെഹ്റ അമ്മ രാജേശ്വരിയുമായും സംസാരിച്ചു. പ്രതിയെ എത്രയും വേഗം കണ്ടെത്താൻ ആഭ്യന്തര വകുപ്പിന് മേൽ സർക്കാർ സമ്മർദ്ദം. വോട്ട് കാര്യം പാർട്ടി പറയും. നിയമസഭയിൽ പാർട്ടി MLA സ്വീകരിക്കേണ്ട നിലപാട് നിശ്ചയിക്കാൻ BJPക്ക് പ്രത്യേക സമിതി. പാർട്ടി നേതൃയോഗ തീരുമാനം സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ ഇടതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിൽ ഭിന്നാഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് പാർട്ടിയോട് ആലോചിക്കാതെ സ്വയം നിലപാട് സ്വീകരിച്ചതിൽ രാജഗോപാലിന് രൂക്ഷ വിമർശനം. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏക MLA ഇരുപക്ഷത്തിനും വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കണമായിരുന്നു എന്ന് നേതൃയോഗത്തിൽ വാദം. അതേസമയം രാജഗോപാലിന്റെ നടപടിയിൽ പാർട്ടിക്കകത്ത് ഭിന്നതയില്ലെന്ന വിശദീകരണവുമായി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് അതീതമെന്നും വിശദീകരണം. വിവാദം മുറുകുന്നതിനിടെ രാജഗോപാൽ P ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തത് BJP LDF കൂട്ടുകെട്ടിന് തെളിവെന്ന ആക്ഷേപവുമായി രമേശ് ചെന്നിത്തല. UDFന്റെ വോട്ട് ചോർത്തിയത് ഉമ്മൻചാണ്ടിയാണോ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കണമെന്ന് തിരിച്ചടിച്ച് കുമ്മനം. മരണവേഗത്തിന്റെ ഒടുക്കം. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ വാഹനാപകടത്തിൽ 17 മരണം, 30-ലധികം പേർക്ക് പരിക്ക്. സ്വകാര്യ ലക്ഷറി ബസ് വഴിയോരത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകളിൽ ഇടിച്ചുണ്ടായ അപകടം റായ്ഘട്ടിലെ ശിവഗറിൽ പുലർച്ചെ 5 മണിയോടെ. മരണസംഖ്യ ഉയരുമെന്ന് സൂചന. മുംബൈയിൽ നടുക്കിയ അപകടത്തിൽ മരണമടഞ്ഞവരിൽ 10 പേർ സ്ത്രീകളാണ്. പരിക്കുകളോടെ പൻവേലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട പലരുടെയും നില അതീവ ഗുരുതരം. സതാരയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ബസ് കാറുകളിൽ ഇടിച്ചു മറിഞ്ഞത് അമിതവേഗം കാരണമാകാമെന്ന് പോലീസ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.